ഓം ഭൂതപ്രേത സമസ്ത ജീവനിൽ നിന്നും മുക്തി തരൂ. ആത്മാക്കളെ കൈമാറ്റം ചെയ്യൂ. ആത്മാക്കൾ നിനക്കുള്ളതാണ്. വശീകരണത്തിനുള്ള അനുവാദം തരൂ. നിങ്ങളുടെ ആത്മാവും ശരീരവും പരസ്പരം മാറും. നിങ്ങൾ രണ്ടുപേരും എന്റെ കടിയിൽ എങ്ങനെ വീഴുമെന്ന് നോക്കാം. താന്ത്രിക്, തന്റെ കളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ മാന്ത്രിക കളി നിർത്തിക്കൊള്ളൂ നീ. താന്ത്രിക്, യു ആർ അണ്ടർ അറസ്റ്റ്. താന്ത്രിക് എങ്ങോട്ട് പോയി? നീ എന്റെ വോയിസിൽ ഇത് എങ്ങനെയാ സംസാരിക്കുന്നത്? ഓ നോ, എന്താണ് സംഭവിച്ചത്? ഇത് സ്വപ്നമായിരുന്നോ? ഞാൻ കരുതി ഞാൻ ആലിയുടെ ബോഡിയിൽ കയറിയെന്ന്. ഇതാരാ? ഇത് മെഹുൽ സാറിന്റെ മുഖമാണല്ലോ. എനിക്കിത് എന്താ സംഭവിച്ചത്? ഞാൻ മെഹുൽ സാറായി മാറിയോ? ഇതെങ്ങനെ സംഭവിക്കും? ഇതെന്താണ്? ഞാൻ എങ്ങനെ ആലിയായി? ഞാൻ ശാന്തനായി ഇരിക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടും ആലിയുടേതുപോലെ തന്നെയുണ്ട്. ഞാൻ ഇപ്പോഴും സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. സ്വപ്നം സത്യമാകുന്നത് എങ്ങനെ? ഇതൊക്കെ സത്യമാണല്ലോ. എന്തായാലും എന്റെ മസിൽസ് എല്ലാം സ്ട്രോങ് ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ ശരിക്കും ബോസായി മാറിയോ മെഹുൽ സാറിന്റെ? അല്ല, ഞാൻ കുറച്ച് സീരിയസ് ആകേണ്ടിയിരിക്കുന്നു. മെഹുൽ സാർ ഇങ്ങനെ കളിതമാശയൊന്നും പറയാറില്ല. ഞാനപ്പോൾ മെഹുൽ സാറിന്റെ ബോഡിയിലാണെങ്കിൽ അപ്പോൾ ഞാൻ ശരിക്കും മെഹുൽ സാറല്ലേ? അടിപൊളി, അത് നല്ല രസമായിരിക്കും. ഒരു വശത്ത് ആലിയ സന്തോഷിക്കുമ്പോൾ മറുവശത്ത് മെഹുൽ ടെൻഷനിലായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒരു എൻവലപ്പ് മെഹുലിന്റെ വീട്ടിലെത്തുന്നു. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്നുള്ള ലെറ്റർ, B+ പ്രയോറിറ്റി ഉള്ളത്. മെഹുൽ സാറിനെ വിളിക്കേണ്ടിയിരിക്കുന്നു. മീൻസ് എനിക്ക് എന്നെ തന്നെ വിളിക്കണം. ഞാനല്ലേ? മെഹുൽ സാറിനെ വിളിക്കാം. എന്റെ ദൈവമേ, ആകെ കൺഫ്യൂഷനിലായല്ലോ. ഏയ് സാർ, ഞാനിപ്പോൾ കാഴ്ചയിൽ അങ്ങേ പോലെയാണ്. പക്ഷേ അങ്ങേ പോലെ ബിഹേവ് ചെയ്യുവാൻ എനിക്ക് കഴിയുമോ? എനിക്ക് തോന്നുന്നത് ഞാൻ ബോസ് ആണെന്നാണ്. വാവ് ആലിയ, നിന്റെ ശരീരത്തിൽ ഇപ്പോൾ നല്ല എനർജി ഇല്ലേ? നീ ഇങ്ങനെ കഴിക്കുന്നത് ഒന്ന് നിർത്ത്. എന്റെ ബോഡിയിൽ നീ അൺഹെൽത്തി ഫുഡ് നിറക്കുകയാണ് ശരിക്കും. എന്നാൽ ഇത് പിടിച്ചോളൂ സർ. ഇത് നിങ്ങൾ കഴിച്ചു തുടങ്ങൂ. എന്റെ ബോഡിക്ക് എനർജിക്കായി ഇതെല്ലാം ആവശ്യമാണ്. ആലിയ, ഇതൊന്ന് നേരെ വെച്ച് തരൂ. വാവ്, സോ ക്യൂട്ട് സർ. ആലിയ, നീ സീരിയസ് ആക്. B+ പ്രയോറിറ്റി ഉള്ള കേസ് ഇപ്പോൾ നമ്മുടെ മുന്നിലാണ്. ആലിയ, എനിക്ക് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒരു കേസിന്റെ ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലെറ്റർ ആർക്കാണോ അയച്ചത് അയാളുടെ ഫിംഗർ പ്രിന്റിൽ മാത്രമേ തുറക്കുവാനാകൂ എന്ന് നിനക്കറിയാമോ? വേറെ ആരെങ്കിലും അത് തുറക്കാൻ ശ്രമിച്ചാൽ അത് നശിച്ചു പോകും. സർ, അതിന്റെ അർത്ഥം ഈ ലെറ്റർ അപ്പോൾ എനിക്കുള്ളതാണെന്നല്ലേ? ഇന്ന് അങ്ങയുടെ സ്ഥാനത്ത് ഞാനാണ്. സോ പ്ലീസ് എന്നെ ഇതൊന്ന് തുറക്കാൻ അനുവദിക്കാമോ? ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് കാളീചരൺ എന്ന താന്ത്രിക് അയാളുടെ ജാലവിദ്യയും മാന്ത്രിക വിദ്യയും ഉപയോഗിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ്. താന്ത്രിക്കിന്റെ മന്ത്രശക്തിയാൽ അയാൾ ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും അവരെ ശക്തമായി സ്വാധീനിക്കുകയുമാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതന്ന് എന്റെ സ്വപ്നത്തിൽ വന്ന അതേ മാന്ത്രികനല്ലേ? അതെങ്ങനെ പോസിബിൾ ആകും? അയാൾ എന്റെ സ്വപ്നത്തിൽ വന്ന് നമ്മുടെ ചിന്തകൾ ഇന്റർചേഞ്ച് ചെയ്തു. സർ, ഇത് നോക്കൂ. ആദ്യം അയാൾ രമണിനെ പറ്റിച്ച് പണം തട്ടിയെടുത്തു. അയാളുടെ ബർത്ത്ഡേ 10th ഒക്ടോബറിലാണ്. പിന്നീട് അയാൾ പായലിനെയാണ് ചതിച്ചത്. അവളുടെ ബർത്ത്ഡേ 3rd മാർച്ചിനാണ്. അതിനുശേഷം അയാൾ ജെയിംസിനെയാണ് പറ്റിച്ചത്. അവന്റെ ബർത്ത്ഡേ May 5th അയാൾ ഒരേ പാറ്റേണിലാണ് ആളുകളെ പറ്റിക്കുന്നത്. ലോജിക്കൽ ആർമി, അയാൾ ഏത് പാറ്റേണിലായിരിക്കും കൊള്ള നടത്തുക? നിങ്ങൾക്ക് പറയാമോ? ഡേറ്റിന്റെയും മാസത്തിന്റെയും നമ്പർ സെയിം ആണ്. മാർച്ച് 3ാമത്തെ മാസമാണ്. അവളുടെ ബർത്ത്ഡേ 3-നാണ്. അതുപോലെ May 5ാമത്തെ മാസമാണ്. സെയിം ഒക്ടോബറിലാണെങ്കിൽ 10/10, അതായത് ഡേറ്റും മന്തും സെയിം ആയി ബർത്ത്ഡേ ഉള്ള ആളുകളെ അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ താന്ത്രിക്കിനെ പിടികൂടേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരിയായ ബോഡി തിരിച്ചു കിട്ടുകയുള്ളൂ. സർ,
എനിക്ക് ഈ ശരീരം മതിയായിരുന്നു. ആലിയ, നമ്മൾ ആ താന്ത്രിക്കിനെ എങ്ങനെ നേരിടും? വരൂ, നമുക്ക് ആദ്യം സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോവാം. ആലിയ, ശരിക്കും ഈ ഡ്രസ്സിൽ ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് എന്റെ ഡിറ്റക്റ്റീവ് ഡ്രസ്സാണ് ഇഷ്ടം. എന്താണ് സർ, ഇത് എത്ര ഹെവിയാണ്. എന്റെ ഡ്രസ് എന്ത് ലൈറ്റാണ്. അതിട്ടുകൊണ്ട് എനിക്ക് എന്ത് ഈസിയായി ഓടി നടക്കാൻ പറ്റുന്നു. രണ്ടുപേരും സയന്റിസ്റ്റിന്റെ അടുക്കലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് തന്റെ അടുക്കൽ എത്തുന്നതിന് വേണ്ടി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേത് വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുകയെന്ന് മനസ്സിലായ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ. ഈ വഴിയാണ് ശരിയായത്. ദാ ഇങ്ങനെ. ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവർ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ഞങ്ങൾക്ക് അങ്ങയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. മെഹുലും ആലിയയും, അയ്യോ, നിങ്ങളുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ നിങ്ങളുടെ ശബ്ദം പരസ്പരം മാറ്റുന്ന എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിരുന്നോ? എക്സ്പെരിമെന്റ് അല്ല സർ, ഇതൊരു മാന്ത്രികന്റെ ജാലവിദ്യയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സോൾ ഇന്റർചേഞ്ച് ആക്കിയിരിക്കുകയാണ്. സോൾ ഇന്റർചേഞ്ച്? അതായത് നീ മെഹുൽ, പക്ഷേ ഇതല്ലേ മെഹുൽ. നീ ആലിയ, പക്ഷേ ഇതല്ലേ ആലിയ. ഇതാകെ തല തിരിഞ്ഞു പോയല്ലോ. ഇതെങ്ങനെ പോസിബിൾ ആകും? അതായത് മെഹുലിന്റെ മനസ്സ് ആലിയയുടെ ശരീരത്തിലും ആലിയയുടെ മനസ്സ് മെഹുലിന്റെ ശരീരത്തിലും. എന്ന് വെച്ചാൽ മെഹുലാണ് ആലിയ, ആലിയയാണ് മെഹുൽ. താന്ത്രിക് ഞങ്ങളെ ഈ സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഒരു ഗാഡ്ജറ്റ് വേണം. അങ്ങയുടെ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമാകും. ഗാഡ്ജറ്റ്? അതെ, ഗാഡ്ജറ്റ് ഉണ്ട്. പക്ഷേ അതിനു മുൻപ് നിങ്ങളിൽ ആരാണ് ആലിയ, ആരാണ് മെഹുൽ എന്ന് എനിക്ക് തിരിച്ചറിയണം. സയന്റിസ്റ്റ്, അങ്ങ് ഞങ്ങൾക്ക് ആ താന്ത്രിക്കിന്റെ മായാജാലത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു ഗാഡ്ജറ്റ് തരണം. ഇക്കാര്യത്തിൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പഴയതുപോലെ ആകുവാൻ കഴിയില്ല. ഗാഡ്ജറ്റ്സ്? ഞാൻ നിങ്ങൾക്ക് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് തരാം. അതിനു മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് നീ മെഹുലാണെങ്കിൽ പക്ഷെ ആലിയയാണ് നീ, ആലിയയാണ് പക്ഷെ മെഹുൽ. വിട്ടുകള, ഞാൻ പോയി ഗാഡ്ജറ്റ് എടുത്തുകൊണ്ടുവരാം. ഇതാ, ഈ ഷീൽഡ് എടുത്തോളൂ. ഇത് നിങ്ങളെ ആ താന്ത്രിക്കിന്റെ മായാശക്തിയിൽ നിന്നും രക്ഷിക്കും. ഇത് ഞാൻ ദ ഗോസ്റ്റ് ഹണ്ടറിന് വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ ഇപ്പോൾ അത് അയാൾക്ക് ആവശ്യമില്ല. എന്നാലും ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും. ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ സ്വാപ്പ് ചെയ്ത് നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അതാക്കി തീർക്കും. സ്വപ്നങ്ങളുടെ സാഫല്യം, നിങ്ങളുടെ ഐശ്വര്യം, നിങ്ങളുടെ മനസ്സ് മാറും, നിങ്ങളുടെ ജീവിതം മാറും. ആത്മാക്കളുടെ പരസ്പര മാറ്റത്തിന് ശേഷം നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കുവാൻ പോവുകയാണ് നിങ്ങൾ. ഞാൻ മൂവി സ്റ്റാർ ആയി തീർന്നു. എല്ലാവരും ഇനി എന്നെ ആരാധിക്കും. എനിക്കെല്ലാം കിട്ടി. ഞാൻ ഇനി ഏറ്റവും വലിയ ധനികനാണ്. താന്ത്രിക് അയാളുടെ മായാജാലം ഉപയോഗിച്ച് എല്ലാവരെയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വപ്നത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ കയ്യിലെ പണവും വിലയേറിയ വസ്തുക്കളും താന്ത്രിക് തട്ടിയെടുക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. സർ, വീണ്ടും തട്ടിപ്പ് നടന്നിരിക്കുന്നു. ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്ത ശേഷം അവരുടെ കയ്യിൽ നിന്നും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷ്ടിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും ആ താന്ത്രിക്കിന്റെ പണിയാണ്. എല്ലാവരെയും സ്വപ്നലോകത്ത് ഇരുത്തിയിരിക്കുകയാണ് അയാൾ. വീണ്ടും റോബറിയോ? നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഞാനിതാ എത്തിച്ചേർന്നു. ആലിയ, നമ്മുടെ അടുത്ത സമയം വളരെ കുറവാണ്. നമുക്ക് അവിടെ ഉടൻ എത്തിച്ചേരണം. എല്ലാവരും ശാന്തരാകൂ. ഞങ്ങൾക്ക് ചില പരിശോധനകൾ നടത്തണം. ദയവായി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കൂ. ഇത് നോക്കൂ, ഇവിടെ വന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു പ്രത്യേക അടയാളമുണ്ട്. ഇതെന്തോ ശക്തമായ മാന്ത്രിക ചിഹ്നമാണ്. ആലിയ, അയാൾ കൊള്ള നടത്തിയിട്ടുള്ള എല്ലാ ലൊക്കേഷനുകളും കണ്ടുപിടിക്കണം. ഇത് നോക്കൂ സർ, ആദ്യത്തെ മോഷണം കോൺസേർട്ട് ഹാൾ 3-ലായിരുന്നു. രണ്ടാമത്തെ മോഷണം കോൺസേർട്ട് ഹാൾ 6-ലായിരുന്നു. മൂന്നാമത്തെ മോഷണത്തിലുള്ള കോൺസേർട്ട് ഹാൾ 12. ഇനി നടക്കാൻ പോകുന്ന മോഷണത്തിന്റെ കോൺസേർട്ട് ഹാൾ 21 ആയിരിക്കും. ലോജിക്കൽ ആർമി, അടുത്ത മോഷണം ഏത് കോൺസേർട്ട് ഹാളിലായിരിക്കും നടക്കാൻ പോകുന്നത്? നന്നായി ആലോചിക്കൂ. നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 വെച്ചാണ് കൂടുന്നത്. ആദ്യത്തെ ഡിഫറൻസ് 3 ആയിരുന്നു, പിന്നെ അത് 6 ആയി, പിന്നെ 9 ആയി. അടുത്ത ഡിഫറൻസ് 12 ആണ്. 21ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ 33 ആകും. അയാൾ ആൾക്കാരെ വലിയ വലിയ കോൺസേർട്ട് സെന്ററുകളിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. അടുത്ത കോൺസേർട്ട് ഹാൾ 33 ആണ്. നമുക്ക് ഉടനെ അവിടെ എത്തണം.
നമ്മൾ തയ്യാറായിരിക്കണം. താന്ത്രിക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ മന്ത്രശക്തിയാൽ ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്തെന്നിരിക്കും. സർ, നമ്മുടെ കയ്യിൽ 2 ഷീൽഡുകളുണ്ട്. അതിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ താന്ത്രിക്കിന്റെ മന്ത്രങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുകയും ആവാം. ഓം ഭൂതപ്രേത സമസ്ത, ജീവനിൽ നിന്നും മുക്തി തരൂ, ആത്മാക്കളുടെ കൈമാറ്റം നടത്തൂ. വിശ്വാസം എന്റേത്, സമർപ്പണം നിങ്ങളുടേത്. മന്ത്രത്തിന്റെ പ്രഭാവം മുഴുവനായും ഉണ്ടാകട്ടെ. ചെല്ലു, എല്ലാവരുടെയും സമ്പാദ്യങ്ങൾ തട്ടിയെടുക്കൂ. ഇന്ന് രാത്രി നമ്മുടേതാണ്. ഇതെല്ലാം എന്തെളുപ്പമാണ്. മോഷണത്തിനുള്ള പുതിയ രീതി തന്നെ താന്ത്രിക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആലിയ, റെഡി ആയിക്കോളൂ. അവർ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ശരി സർ, ഇവരെ തീർച്ചയായും ഒരു പാഠം പഠിപ്പിക്കണം. ഇവൻ എന്തു പറ്റി? ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ഇവൻ. ഇവർക്ക് ഇപ്പോഴും ബോധമുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആലിയ, നിന്റെ ബോഡി എത്ര ക്വിക്കാണ്. അതുകൊണ്ടാണ് ഇവന്മാരെ എനിക്ക് ഇത്ര പെട്ടെന്ന് ഇടിച്ചിടുവാൻ സാധിച്ചത്. സർ, അങ്ങയുടെ ബോഡിയും ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ട് ദാ ഇവനെ ഇങ്ങനെ ഇടിക്കാൻ എന്തെളുപ്പമാണെന്നോ. ഇതെന്താ? ഇവർ രണ്ടുപേരും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ മന്ത്രം എന്തുകൊണ്ട് ഫലിക്കുന്നില്ല? നിന്റെ മന്ത്രം എല്ലാവരിലും ഫലിക്കുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ നേരെ നടക്കില്ല. ഞങ്ങളിപ്പോൾ നിന്റെ കളി തന്നെ അവസാനിപ്പിക്കും. ഫൈനലി ആ താന്ത്രിക്കിന്റെ കളി അവസാനിച്ചു. ഇനി ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് നമ്മുടെ യഥാർത്ഥ ബോഡിയിലേക്ക് തിരികെ വരണം. അതെ സർ, പക്ഷേ അതെങ്ങനെ സാധിക്കും? താന്ത്രിക്കിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സത്യം പറയേ, താൻ എങ്ങനെയാ ഞങ്ങളുടെ ആത്മാക്കളെ മാറ്റിയത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ ശരീരങ്ങളിലേക്ക് തിരികെ എത്തണം. താന്ത്രിക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തണം. ഞങ്ങളുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരൂ. ആത്മാക്കളെ മാറ്റുകയോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്? ഞാൻ ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരെ പറ്റിക്കുക മാത്രമാ ചെയ്തത്. ആത്മാക്കളെ സ്വാപ്പ് ചെയ്യുന്ന മായാജാലം എനിക്കറിയില്ല. അപ്പോൾ ഇത് നിന്റെ പണിയല്ലായിരുന്നോ? നീ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. ഞാൻ സ്വപ്നങ്ങളിൽ വരാറില്ല. നേരിട്ട് തന്നെ അവരെ പറ്റിക്കുകയാ ചെയ്യുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ കഴിയണമെന്നാണോ? ഞാൻ ആലിയയുടെ ബോഡിയിലും ആലിയ എന്റെ ബോഡിയിലും. എന്ത് ചെയ്യാനാണ് സർ? എനിക്ക് പക്ഷേ നല്ല രസമായി തോന്നുന്നുണ്ട്. അങ്ങയുടെ സീരിയസ് ലുക്കും അങ്ങയുടെ മാസിലും ഐ ആം വെരി ഹാപ്പി. അയ്യോ, വാവ്, ഇതെന്ത് സ്വപ്നമായിരുന്നു! മെഹുൽ സാറിന്റെ ബോഡിയിൽ കഴിയുക എന്നത് നല്ല രസമായിരുന്നു. പക്ഷേ താങ്ക് ഗോഡ്, ഇത് വെറും സ്വപ്നമായിരുന്നല്ലോ. അങ്ങനെ ആലിയയുടെ ഈ സ്വപ്നം അവസാനിച്ചിരിക്കുന്നു. സ്വപ്നത്തിൽ പോലും മെഹുലിന്റെയും ആലിയയുടെയും ടീം എപ്പോഴും തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത്, ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട്.